അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കുഞ്ഞോളുടെ സങ്കടം തീർക്കാൻ ഭർത്താവ് നല്ല രീതിയിൽ പാടുപെടുന്നുണ്ട്. എൻ്റെ കുഞ്ഞോളെ, നീ ഇങ്ങനെ വിഷമിക്കല്ലേ പെണ്ണേ. അതെ, നിനക്ക് ഉമ്മയായിട്ടും ഉപ്പയായിട്ടൊക്കെ ഞാനില്ലേ. ഉപ്പാക്ക് സുഖമില്ലാന്ന് വിചാരിച്ചിട്ട് നീ വിഷമിക്കണ്ട. പിന്നെ എളാമ അങ്ങനെ ചെയ്തു വിചാരിച്ചിട്ട് നീ വിഷമിക്കണ്ട. നിനക്ക് എല്ലാത്തിനും ഞാനില്ലേ. നമ്മുടെ മക്കളെയും നിന്നെയും പൊന്നുപോലെ ഞാൻ നോക്കുന്നില്ലേ. അതുപോരെ എൻ്റെ മോൾക്ക്. ഇക്ക, നിങ്ങൾ നോക്കായിട്ടല്ല, അള്ളാഹു സുബ്ഹാനഹു വതആല എനിക്ക് കനിഞ്ഞരുളിയതാണ് നിങ്ങളെ. നിങ്ങളെപ്പോലുള്ളൊരു ഭർത്താവിനെ എനിക്ക് കിട്ടിയത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. പക്ഷെ എന്തെന്നറിയില്ല, എനിക്ക് വല്ലാത്തൊരു വേദനയായിപ്പോയി. അതെ, ഞാനും മക്കളും പ്രതീക്ഷയോടെ അങ്ങോട്ട് ചെന്നതും എളാമ എളാമൻ്റെ സ്വഭാവം ഒന്നിനു വേണ്ടിയിട്ടില്ല. എനിക്കെൻ്റെ ആങ്ങളയുടെ ഒപ്പം കുറച്ച് സമയം നിൽക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. മക്കളും കുട്ടി, മക്കളും മാമനും മാമനെ പറഞ്ഞിട്ട് നിൽക്കണേ. പക്ഷെ സമ്മതിച്ചില്ല. അതാണ് വല്ലാത്ത വിഷമം. എൻ്റെ പെണ്ണെ, നീ ഇങ്ങനെ വിഷമിക്കല്ലേ കേട്ടോ. നിനക്ക് വേണ്ടതെല്ലാം ഞാൻ തരൂലേ. നമ്മളിവിടുന്ന് ഞാൻ കഷ്ടപ്പെടുന്നുണ്ട് എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട്. എൻ്റെ മക്കൾ, എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ ഭാര്യ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് വാങ്ങിത്തരാൻ എല്ലാം മുറിയെ ഞാൻ പണി ചെയ്യുന്നുണ്ട്. ഒരു ജോലി മാത്രമല്ല, അതിനിടയിൽ വല്ല മെക്കാനിക്കിൻ്റെ ജോലി ഉണ്ടെങ്കിൽ അതിന് ഞാൻ പോകും. ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ടല്ലോ. അതൊരിക്കൽ പോലും നിങ്ങളുടെ കണ്ണീര് ഒരാളുടെ മുമ്പിലും വീഴാൻ പാടില്ല. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ജീവിക്കുന്നത്. എൻ്റെ കാലം കഴിഞ്ഞാൽ എന്തെനിക്കറിയില്ല മോളെ. പക്ഷേ ഇപ്പോൾ ഇക്ക, അങ്ങനെയൊന്നും പറയല്ലേ നിങ്ങൾ. അതെ, അങ്ങനെയൊന്നും പറയല്ലേ. എനിക്ക് നിങ്ങളേ ഉള്ളൂ, വേറെ ആരുമില്ല. അല്ല, ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഒരു പക്ഷേ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ പൊന്നുമക്കളെയും കൊണ്ട് നീ ഒരാളുടെ മുമ്പിൽ കൈ നീട്ടുന്ന രംഗം അതെനിക്ക് ആലോചിക്കാൻ കഴിയുന്നില്ല എൻ്റെ കുഞ്ഞോളെ. സത്യമായിട്ടും അതെ, എൻ്റെ മക്കളൊക്കെ വലുതാണോ പഠിച്ചോനെ. ഞാൻ വിചാരിക്കും, റഹ്മാനെ എന്നെ നീ വിളിക്കല്ലേ കേട്ടോ. എൻ്റെ മക്കൾ ഒന്ന് വളർന്ന് വലുതാവട്ടെ, അവരവരുടേതായ കാര്യങ്ങൾക്കാകട്ടെ. എൻ്റെ പെണ്ണ് എൻ്റെ മക്കളെയും കൊണ്ട് ഒരാളുടെ മുമ്പിലും കൈ നീട്ടുന്ന രംഗം അല്ലാ, അതിൻ്റെ ജീവിതത്തിൽ നീ തരല്ല അല്ലാ. അതാണ് എപ്പോഴും പ്രാർത്ഥന. പഠിച്ചോനെ, മരിക്കോളം ഒരാളുടെ മുമ്പിൽ കൈ നീട്ടാതെ ജീവിക്കണം എന്നുള്ളത്. എൻ്റെ കുഞ്ഞോളെ, ഒന്നുകൊണ്ട് വിഷമിക്കണ്ട കേട്ടോ. അന്ന് രാവിലെ അതാ അവളുടെ ഫോണിലേക്ക് കോൾ വരുന്നു. അല്ലാ, കുഞ്ഞോനെ. ഹലോ മോനെ. ഇത്താത്ത, പിന്നെ ഞാൻ ഒരു സ്ഥലത്തേക്ക് പോവാണ്. എളാമ നിർബന്ധിച്ചിട്ടാണ് പോകുന്നത്. മോനെ, നീ പറഞ്ഞ അതാണോ? അതെ, എന്താ ചെയ്യാ. ഓരോരുത്തർക്ക് വേണ്ടി നമ്മുടെ ജീവിതങ്ങൾ പണയം വെക്കന്നെ. അവരുടെ സന്തോഷം അതാണെങ്കിൽ ഞാനതിനു വേണ്ടി നിൽക്കുന്നു. അതെ, ഇതുവരെ അവരുടെ സന്തോഷത്തിന് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്തില്ലേ. ഇനിയിപ്പോൾ അവർക്ക് അതായിരിക്കും ആഗ്രഹം. അതും കൂടി ചെയ്തിട്ട് ഞാനങ്ങ് പോവും. പിന്നെ ക്യാഷ് അയച്ചു കൊടുക്കും. ഉപ്പാനെ നോക്കാനുള്ളൊരു പെണ്ണ്, അതല്ലേ അവരാഗ്രഹിച്ചത്. ആയിക്കോട്ടെ, ഉപ്പാനെ നോക്കാനുള്ളൊരു പെണ്ണായിട്ട് ഞാൻ അവളവിടെ നിർത്തി കൊടുക്കും. അല്ലാതൊരിക്കൽ പോലും എൻ്റെ മനസ്സ് അവരറിയുന്നില്ല താത്ത. എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹമോ അല്ലെങ്കിൽ സ്വപ്നങ്ങളോ അറിയുന്നില്ല. അതെ, ആ ഒരു ദൗത്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കാൻ പോവാണ്. മോനെ, എന്തൊക്കെയാണ് നീ പറയുന്നത്? അത് 10-28 വയസ്സായൊരു പെണ്ണെന്നൊക്കെ പറഞ്ഞാൽ 23 വയസ്സുകാരനായി നിനക്ക്. അത് പറഞ്ഞപ്പോൾ എളാമ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 25 വയസ്സാണ് വിവാഹം കഴിക്കുമ്പോൾ. അവരുടെ ഭാര്യയാണ് 40 വയസ്സുള്ള ഖദീജ ബീവി. അപ്പോൾ അതൊക്കെ എങ്ങനെയെന്നാണ്? അതൊന്നും എൻ്റെ മോനെ നോക്കണ്ട. അതെന്ന് വെച്ചാലേ അള്ളാഹുവിൻ്റെ കൽപ്പനയുമാണ്. അതുമാത്രമല്ല, അവരെന്ന് വെച്ചാൽ ആ മക്കയിലെ വലിയ രാജാത്തിയാണ്. അത് ഒരു ഉമ്മയുടെ സ്ഥാനം കൂടിയാണ് അവർ നൽകുന്നത്. അല്ലാതെ വെറും ഭർത്താവ് മാത്രമല്ല, ഉമ്മയുടെ സ്ഥാനത്തും എല്ലാം അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനിന് വേണ്ടി ഉപേക്ഷിച്ചവരാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. അവരെക്കുറിച്ചൊന്നും താരതമ്യം ചെയ്യാൻ നിൽക്കണ്ട. ആദ്യമേ പറഞ്ഞേക്കാം. ഇത്ത, എന്നാൽ അളിയനോട് പറയും കാര്യങ്ങളൊക്കെ. എന്ത് ചെയ്യാം. എളാമക്ക് അങ്ങനെ ഇഷ്ടമാണെങ്കിൽ ഉമ്മാനെ നോക്കാൻ ഒരാളെ വേണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ കല്യാണം കഴിക്കണമെന്നുണ്ടോ ഇത്ത? അത് കല്യാണം കഴിക്കാതെ വീട്ടിൽ കൊണ്ടുവന്നാൽ മതിയോ? തൻ്റെ പ്രിയപ്പെട്ട അനിയൻ്റെ ആ ഒരു ചോദ്യം കേട്ട് ശരിക്കും
അവൾ കരഞ്ഞു പോയി. മോനെ, ഉമ്മാൻ്റെ കുട്ടി സാറില്ല, എന്തപ്പോൾ ചെയ്യാം? ഇത്ത അളിയനോട് പറഞ്ഞേ കിട്ടോ, ഞാൻ എന്തെങ്കിലും പെണ്ണ് കാണാൻ പോട്ടെ. ഏ പഠിച്ചോണ്ടല്ലോ നമ്മുടെ കൂടെ. എന്നാൽ ഈ സമയം ഷാമിലേ എന്താ നീ ഇപ്പോഴും ഒരുങ്ങിയില്ലേ? എളാമ്മയുടെ ചോദ്യം. ബാപ്പാനോട് പറഞ്ഞോ? പറയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ഒക്കെ ഞാൻ പറഞ്ഞിക്കണ്. എന്നാലും പെണ്ണ് കാണാൻ ഇറങ്ങല്ലേ ബാപ്പ. മോനെ എങ്ങോട്ടാ? ഉപ്പ, ഞാൻ പെണ്ണ് കാണാനോ? ഏത് പെണ്ണ്? ബാപ്പ അറിഞ്ഞില്ലല്ലോ. സത്യം പറഞ്ഞാൽ അപ്പോൾ കളവ് പറഞ്ഞതായിരുന്നു അല്ലേ എളാമ? വെറുതെ പറഞ്ഞതായിരുന്നു. പാവൻ്റെ ബാപ്പ അറിഞ്ഞിട്ട് പോലുമില്ല. ബാപ്പ പോയിട്ട് വരാം, എന്തായാലും പഠിച്ചോ ഹയറാക്കട്ടെ കേട്ടോ, നല്ല രീതിയിൽ ഹയറായ രീതിയിലാകട്ടെ, ആമീൻ. അങ്ങനെ അതാ മനമില്ലാ മനസ്സോടു കൂടെ അവൻ ഇറങ്ങുമ്പോൾ ഓർത്തു തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ ഖബർ. അത് പ്രിയപ്പെട്ട ഉമ്മയുടെ ഖബറിൻ്റെയിലേക്ക് ഒന്ന് പോകണം. എളാമ ഞാനിപ്പോൾ വരാം. ഇനി അങ്ങോട്ട് ഷാമിലെ രാവിലെ 9 മണിക്ക് എത്തുമെന്ന് പറഞ്ഞതാണ്. എളാമ ഞാൻ വരാം. അങ്ങനെ അതാ അവൻ നേരെ പള്ളിക്കാട്ടിലേക്ക് പോകുന്നു. തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ ഖബറിടം ആകപ്പാടെ കാട് പുതച്ച് കിടക്കുകയാണ്. അവനതെല്ലാം അതാ വലിച്ചു പറിച്ച് വൃത്തിയാക്കി. അസ്സലാമു അലൈക്കും യാ ഉമ്മി എന്ന് പറഞ്ഞ് തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ അരികിൽ ഇരുന്നു പൊട്ടി പൊട്ടി കരഞ്ഞു. ഉമ്മാൻ്റെ കുട്ടി പോവാണ് കേട്ടോ പെണ്ണ് കാണാൻ. അല്ലാഹുവേ, എൻ്റെ ഉമ്മാക്ക് നീ ഖബറിടം വിശാലമാക്കി കൊടുക്കല്ല. ആ മീസാങ്കല്ല് പിടിച്ചുകൊണ്ട് ഷാമിൽ പൊട്ടി പൊട്ടി കരഞ്ഞു. തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും എന്നെ ഈ കാര്യത്തിൽ നിർബന്ധിക്കില്ലായിരുന്നു. പക്ഷെ എന്ത് ചെയ്യും? ഉമ്മ, ഇൻഷാ അല്ലാഹ് ഞാൻ പോയിട്ട് വരാം. അസ്സലാമു അലൈക്കും ദാറഖൗമിൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. അവരത് കരഞ്ഞുകൊണ്ട് പള്ളിക്കാട്ടിൽ നിന്ന് തിരിച്ചു പോരുന്നു. തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി. തൻ്റെ പ്രിയപ്പെട്ട ഉമ്മ തന്നെ പുഞ്ചിരിച്ച് തന്നെ യാത്ര അയക്കുന്നതായിട്ടാണ് തോന്നിയത്. ഉമ്മാൻ്റെ കുട്ടി ബാപ്പാക്ക് വേണ്ടിയിട്ടല്ലേ പോയി നോക്കി എന്ന് പറയുന്നു. എന്നാൽ ഈ സമയം റസിയ അവരുടെ വീട്ടിൽ ശോകമുഖമായി നിൽക്കുന്ന അവളെ ഉമ്മ പറഞ്ഞ്, എടി ഒന്ന് മാറ്റി ഒരുങ്ങോക്ക്. കുളി കഴിഞ്ഞ് നിൽക്കാന്നല്ലാതെ ചുരിദാർ പോലും മാറ്റിയിട്ടില്ല. ആ പഴയ ഡ്രസ്സിട്ട് എന്താ ആലോചിച്ച് നിൽക്കുക? ഉമ്മ, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരാളെയും ചതിക്കാൻ പാടില്ല ഉമ്മ. എന്താ പെണ്ണെ, അതൊന്നും ആരും അറിയില്ലേ? ഓനെങ്ങനെ അതറിയാം? അന്നെ രണ്ടാമത് കെട്ടിച്ചതിനെ പറ്റിയോ? അനക്ക് ഇത്ര വയസ്സുള്ളതിനെ കുറിച്ചൊന്നും അറിയില്ല. അനെ കണ്ടപ്പോൾ തോന്നും ഈ അധികം തടില്ലാത്തതുകൊണ്ട്. ഉമ്മ, നമ്മൾ ചെയ്യുന്നത് തെറ്റല്ലേ? അത് ചെറിയൊരു ചെക്കനെ കൊണ്ട് എന്നെ കെട്ടിക്കെന്ന് പറയുമ്പോൾ ഇജ്ജ് ചിലക്കാതെ മാറ്റിക്കോ. അന്നെങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാൻ ഞങ്ങളെ കൊണ്ടാവൂല. ഇങ്ങനെ പെരിയിലെന്നാൽ മതിയോ? ഇജ്ജ് ഒന്ന് എന്നെ കെട്ടിച്ച് പറഞ്ഞേച്ചാലേ സമാധാനത്തിൽ നിൽക്കാൻ പറ്റുള്ളൂ. ഇതിങ്ങനെ മനസ്സൊക്കെ ഇടങ്ങാറാണ് എന്നും. ഉമ്മ, ഞാൻ ഇവിടെ ഒരു ബാധ്യത ആയില്ലേ? ആ ബാധ്യത കഴിക്കണേ, ഒന്നെ മാറിക്കൊടുത്തൂടെ? എനിക്ക് ആങ്ങളാരെ മക്കൾ പോലൊക്കെ വലുതായി വരുന്നേ. ഈ കെട്ടിച്ച് തീർത്തൊരു അമ്മായി ഉണ്ട് പറഞ്ഞാൽ ആങ്ങളാരെ കുട്ടികളെ തന്നെ കല്യാണമൊന്നും ശരിയാവില്ല. അവൾ ശരിക്കും കരഞ്ഞു പോയി. പഠിച്ചോനെ, ഞാൻ ഉള്ളത് കൊണ്ടാണോ അവർക്ക് ബുദ്ധിമുട്ട്? ഉമ്മ, ഞാൻ ജോലിക്ക് പോയിക്കോളാം. ഇജ്ജ് ജോലിക്ക് പോയിട്ട് ഇവിടെ വീട്ടിൽ ജോലി ആരെടുക്കല്? ഉമ്മ, ഞാൻ പുറത്ത് എവിടെയെങ്കിലും പോയിക്കോളാം. എന്നാലും ചിലക്ക ഒലിപ്പം കണ്ട് വരും. ഒരു മാറ്റിയൊക്കെ ചുരിദാറും പഴയ ഒരു ചുരിദാർ ഇട്ടങ്ങനെ നിൽക്കണ്. ഒന്ന് മുഖത്ത് കുറച്ചൊരു പൗഡറും ഇതൊക്കെ ഒന്ന് വാരി തേച്ചാളാ. അത് അച്ഛൽക്ക് ഇങ്ങനെ നിന്നിട്ട് തന്നെ കണ്ടിട്ട് തന്നെ ഒരു പേടിയാണ്. അവളെ മുഖം കണ്ടാലും മതി കൂർത്തുകൊണ്ട്. ഉമ്മ തന്നെ അവളെക്കുറിച്ചത് പറഞ്ഞപ്പോൾ അവൾ വല്ലാതെ അങ്ങ് വിങ്ങി പൊട്ടിപ്പോയി. റബ്ബേ, ജന്മം നൽകിയ മാതാവ് എന്നെ ഇത്രമാത്രം ശിക്ഷിച്ച് പറയുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ വാക്കുകൂടി കേൾക്കുമ്പോൾ ഒരു നിമിഷം അവൾക്ക് തോന്നിപ്പോയി, റബ്ബേ, ഇവിടെ നിന്നാൽ എങ്ങനെയെങ്കിലും എന്തെങ്കിലും പറ്റിപ്പോകും. അതിനേക്കാളും നല്ല എവിടെ രക്ഷപ്പെടുന്നതാണ്. മനമില്ലാ മനസ്സോടു കൂടി അവൾ അവളുടെ റൂമിലെത്തി അലമാര തുറന്ന് ഒരു കിളിപ്പച്ച ചുരിദാർ എടുത്തണിഞ്ഞു. അതെ, ആ മുടിയും തലക്കുന്നുണ്ട് വാർന്നാളാ. മുഖത്ത് കുറച്ച് നണ്ട് ഇതൊക്കെ തേച്ചാളേ. അതും ഇതും ലിപ്സ്റ്റിക്കും അതൊക്കെ കാണല്ലോ, ഒക്കെ തേച്ചാളാ. അതുണ്ടാവും എൻ്റെ നാത്തൂൻ്റെ അടുത്ത്, പോയി വാങ്ങിക്കോ. ഉമ്മ, അതൊന്നും വേണ്ട, ഇത് മതി. ഇങ്ങനെയുള്ളൊരു അത് പറഞ്ഞോ. ഇപ്പോഴത്തെ കാലത്ത് പെൺകുട്ടികൾ എന്തൊക്കെയാ മുഖത്ത് തേക്കണത്? ഇജ്ജ് അച്ഛൽക്ക് അങ്ങനെ നിന്നോ ഒരു പയങ്കോലത്തിൽ. അതെ,
ഈ വന്ന് കെട്ടിച്ച് വെറുതെ ഒഴിവാക്കണ്ട. നല്ലൊരു ചെക്കനാണ്, നല്ല പൈസക്കാരനാണ്, എനിക്ക് നല്ല മട്ടത്തിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ നിന്ന് ഇടങ്ങാറാക്കാൻ നിന്നാലുണ്ടല്ലോ. ആ ഉമ്മയുടെ ആ ഒരു ഭീഷണിക്ക് മുമ്പിൽ അവൾ അതെടുത്തണിഞ്ഞു. കണ്ണാടിയിൽ നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അവൾ അത് തോർത്തിക്കൊണ്ടിരുന്നു. എന്നാൽ ഈ സമയം ഷാമിലും എളാമയും മക്കളും അതാ അവരുടെ വീട്ടിലേക്ക് വരികയാണ്. മനമില്ല മനസ്സോടു കൂടിയാണ് ഷാമിൽ വരുന്നത്. അവൻ്റെ മുഖം വല്ലാതെ ആയിരിക്കുന്നു. അവൻ്റെ മനസ്സിലേക്ക് ബുഷി കടന്നു വന്നു. അത് ബുഷിയുടെ മുമ്പിലേക്ക് പെണ്ണ് കാണാൻ പോകുന്ന രംഗം പോലെ തോന്നിപ്പോയി. പക്ഷെ ഒരിക്കലും ഇതെൻ്റെ ബുഷിയല്ല, ഇവിടെ വേറെ ഏതോ ഒരു താത്തയാണ്. അവരെയാണ് ഞാൻ കാണാൻ വന്നിരിക്കുന്നത്. ആ കേറിരിക്കി വന്നോ? ആ ഓനൊരുക്കങ്ങൾ കയ്യണ്ടേ. അപ്പോൾ ഇതിന് ഉമ്മാൻ്റെ കബറിങ്ങൊക്കെ പോയി. ഞാൻ പറഞ്ഞു മരിച്ചു പോയവരോട് കുറെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഏതായാലൊക്കെ പോയി, അങ്ങനെയൊക്കെ നേരെ വൈകിയത്. ആ ഇരിക്കും മോനെ. ശരിക്കും റസിയുടെ ഉമ്മ അവനെ കണ്ട് അത്ഭുതപ്പെട്ടു. പഠിച്ചോനെ, നല്ലൊരു ചുള്ളൻ ചെക്കനെ, എന്ത് മൊഞ്ചാണ് കാണാന്, എന്താണ് രസം പഠിച്ചോനെ. എൻ്റെ റസിയാക്ക് റസിയാനെ പറ്റുമാവോ? റസിയ മൊഞ്ചനായ ഒരു ചെക്കൻ അതാ സിറ്റൗട്ടിൽ കോലായിൽ വന്നിരിക്കുന്നു. റസിയ മോളെ, ഇന്നാ ഈ ചായ കൊണ്ടേ കൊടുക്കാം. ഒരു നിമിഷം അവൾ ഞെട്ടിപ്പോയി. അതെ, ചെക്കൻ വന്നിക്കണടി, കൊണ്ടേ കൊടുക്ക് പെട്ടെന്ന്. മോളെ റസിയ, ചായ കൊണ്ടുപോടി. എളാമയുടെ വകയും. എന്നാൽ ആ നിമിഷം എളാമ അകത്തേക്ക് പോയി. അവൾ കരയുകയായിരുന്നു. എളാമ, പാവ കുട്ടിയെ ചതിക്കാൻ പാടില്ല, ചെറിയ മോനാണ്, ചതിക്കാൻ പാടില്ല. നീ ഇങ്ങോട്ട് വന്നാ, അനക്ക് നല്ല ജീവിതമാണ്, ഇങ്ങോട്ട് പോര്. അതെ, ഓനെ ഏതെങ്കിലുമൊക്കെ പെൺകുട്ടികളെ കെട്ടിക്കൊണ്ടുവരും. പിന്നെ ആ കുട്ടിക്കായിരിക്കും ഓൻ നയിക്കണ പൈസയും എല്ലാം കിട്ടും. ഇത് പറഞ്ഞാൽ പുറത്ത് പോവരുത്, ഇതൊക്കെ ഞമ്മക്ക് കിട്ടണം. ഓന് നല്ല ഷെയ്ഖിൻ്റെ അപ്പോൾ ജോലിയുള്ള ആളാണ്, ഞമ്മക്ക് കിട്ടണം. ഞമ്മക്ക് കിട്ടിക്കഴിഞ്ഞാലേ കാര്യമുള്ളൂ. പുറത്തേക്ക് പോയാൽ പിന്നെ ആ പമ്പറത്തോളം ഗൾഫൊക്കെ പോലെ പിന്നെ നമുക്കൊന്നും കിട്ടൂല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനൊരു പണി എടുക്കുന്നത്, മനസ്സിലായല്ലോ? റസിയ മനസ്സിലുള്ള വിഷമങ്ങളെല്ലാം അകത്ത് വെച്ചു. മനമില്ല മനസ്സോടുകൂടെ ഉമ്മ നൽകിയ ആ ഒരു ചായ ട്രേയുമായി അവളതാ ആ ഷാമിലിൻ്റെ മുമ്പിലേക്ക് വരുന്നു. ഷാമിലിൻ്റെ മുമ്പിൽ അവൾ ചായ വെച്ചു. എടുത്തു കൊടുക്ക റസിയ ഓൻ്റെ കയ്യിലെ. അങ്ങനെ ഓൻ കുടിക്കുവോ? എളാമയുടെ ആ ഒരു വാക്ക്. അവൾ വിറച്ചുകൊണ്ട് ആ ചായ എടുത്ത് ഷാമിലിൻ്റെ നേരെ നീട്ടി. എന്നാൽ ഷാമില് അവളുടെ മുഖത്തേക്കൊന്ന് നോക്കുക പോലും ചെയ്തില്ല. എന്താ ഷാമിലെ, അനക്ക് പെണ്ണ് കാണാൻ വന്നതല്ലേ ഗിയെ, അല്ലാതെ ചാടിക്കാൻ വന്നതാ? എളാമയുടെ ആ ഒരു വാക്ക് കേട്ട് ഒരു നിമിഷം അവൻ ഞെട്ടിപ്പോയി. അറിയാതെ അവൻ്റെ കണ്ണുകൾ അവളിലേക്ക് ഉയർന്നു. അവൻ വിതുമ്പുന്നുണ്ടായിരുന്നു. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് അവൻ ചായ കുടിച്ചു. ആ പിന്നെ ഷാമിലെ, അനക്കും പെണ്ണിനും ഒന്നും സംസാരിക്കാനൊന്നുമില്ലേ? സംസാരിച്ചോളെ എളാമ. ഒന്നുമില്ല സംസാരിക്കാൻ. അതെന്താ അങ്ങനെ? ആ ആ ആ ഇതുവരെ വന്നിട്ട് അങ്ങനെ സംസാരിക്കാതെ പോവേ. എണീക്ക് മോളെ റസിയ, ആ റൂമിലേക്ക് അങ്ങോട്ട് ചെല്ല്, ഉമ്മ വിളിച്ചു പറഞ്ഞു. ഷാമിൽ മനമില്ല മനസ്സോടു കൂടെ അവിടെ നിന്ന് എഴുന്നേറ്റു. പഠിച്ചോനെ അല്ലാ. നേരെയതാ റസിയയുടെ റൂമിലേക്ക്. അവൾ തല താഴ്ത്തി ഒരു ഭാഗത്ത് നിൽക്കുന്നു. എന്നാൽ ഷാമിൽ എന്ത് പറയണമെന്നായിപ്പോയി. അവൻ വിളിച്ചു, ഇത്ത. ഒരു നിമിഷം റസി അവൻ്റെ മുഖത്തേക്ക് നോക്കി. റബ്ബേ, ചെറിയ പ്രായം, ഒരു ചെക്കന്. ഞാൻ പരമാവധി എതിർത്തതാണിത്. എനിക്ക് എൻ്റെ അനിയൻ്റെ സ്ഥാനത്തെ കാണാൻ കഴിയുള്ളൂ. എല്ലാവരും എന്നെ നിർബന്ധിക്കുകയാണ് ഷാമിലുമായുള്ള വിവാഹത്തിന്. അതെ, ഞാൻ നിരപരാധിയാണ് കേട്ടോ. ഞാൻ ഒരിക്കലും ഇതിനു വേണ്ടി കൂട്ട് തന്നിട്ടില്ല. ശരിക്കും എളാമയും ഉമ്മയും കൂടി പറഞ്ഞങ്ങ് റെഡിയാക്കിയതാണ്. സത്യമായിട്ടും ഞാൻ ഒരിക്കൽ പോലും. പെട്ടെന്ന് ഷാമിലിന് കാര്യങ്ങൾ മനസ്സിലായി. എന്നാൽ റസിയയോട് കാര്യങ്ങൾ പറയുന്നു. ഇത്ത, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങളുടെ വീട്ടുകാരല്ലേ ഇതിനു വേണ്ടി നിർബന്ധിച്ചത്. അതെ, നിങ്ങളുടെ എളാമ, അതെ എൻ്റെ എളാമ, അവരും ഉമ്മയും കൂടെയൊക്കെ ഉള്ളൊരു ടൈപ്പാണിത്.
സത്യം പറഞ്ഞാൽ റസിയ, സോറി ഇത്ത, ഞാൻ ഒരു കാര്യം പറയട്ടെ. ആ ഷാമിൽ പറഞ്ഞോളി. എനിക്ക് എൻ്റെ ഇളാമ്മയുടെ നിർബന്ധത്തിന് ഞാൻ വന്നതാണ്, അല്ലാതെ ഒരിക്കൽ പോലും ഇനി ഒരാൾ വെറുപ്പിക്കേണ്ടെന്ന് വിചാരിച്ച് വന്നതാണ്. ഞാൻ പറഞ്ഞതാണ് അവരോട്, പക്ഷെ എന്ത് ചെയ്യാൻ കേൾക്കുന്നില്ല. എന്നോട് ക്ഷമിച്ചോളിട്ടോ, സാരല്ല. ഇങ്ങനൊരു കാഴ്ച ഞാൻ പറഞ്ഞോളാം, എന്നെ പറ്റിയിട്ടില്ല എന്നുള്ളത് കേട്ടോ. വേണ്ട, അതൊന്നും പറയണ്ട. അഥവാ പറ്റിയിട്ടില്ലെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാലും നിങ്ങളെ വീട്ടുകാർ വെറുതെ വിടില്ല, എന്നെയും വിടില്ല. അങ്ങനെ ആയിരിക്കും. ഞാൻ ഒരു കാര്യം പറയട്ടെ. സത്യം പറഞ്ഞാൽ ഞാൻ ഗൾഫിലായപ്പോൾ എളാമ്മ നിരന്തരം വിളിച്ച് വിവാഹകാര്യത്തെക്കുറിച്ച് പറയായിരുന്നു. പക്ഷേ ഞാൻ റസിയയോടൊരു കാര്യം പറയട്ടെ. എൻ്റെ മനസ്സിൽ ഒരു പെണ്ണുണ്ട്. ആ പെണ്ണ് എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവളാണ്. അവളെ മാത്രമേ വിവാഹം കഴിക്കുള്ളൂ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു പോയി ഇത്ത. അത് കേട്ടപ്പോൾ റസിയുടെ മുഖം തെളിഞ്ഞു. മാഷാ അല്ലാ, അങ്ങനെയാണെങ്കിൽ അത് നടത്തല്ലേ നല്ലത്. അതിനുവേണ്ടി എന്ത് സപ്പോർട്ടിനും ഞാൻ തയ്യാറാണ്. റസിയുടെ വാക്കുകൾ ശരിക്കും ഷാമിലിനെ അത്ഭുതപ്പെടുത്തി. അള്ളാഹു സുബ്ഹാനഹു വ തആല എൻ്റെ ഭാഗത്താന്ന് തോന്നുന്നു. പക്ഷേ ഈ ഇത്തയുടെ കാര്യം ആലോചിക്കുമ്പോൾ അതും പാവം തോന്നാണ്. ഇത്ത, നിങ്ങൾ വിഷമിക്കില്ലേ? കാര്യം നമുക്ക് എന്തെങ്കിലുമൊക്കെ ആക്കാം. എന്തായാലും തൽക്കാലം ഇഷ്ടപ്പെട്ടു എന്ന് പറയുക അല്ലേ? അതെ, ഞാനും പറയാം. എന്നാൽ അവരുടെ സംസാരം തീരുന്നില്ല. എന്തപ്പോൾ ഇവർ നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുള്ളത് കൊണ്ട് രണ്ടാളും നല്ല സംസാരിച്ചോട്ടെ. ഒപ്പത്തിനാണ് പരിചയമായി കഴിഞ്ഞാൽ നിക്കാഹ് വെച്ചാൽ കൊണ്ടുപോവാലോ. ഇത്ത, എന്ന് ശരി. മോനെ ഷാമിൽ, ഞാൻ ഇൻഷാ അല്ലാ എൻ്റെ ഭാഗത്ത് നല്ല സപ്പോർട്ടുണ്ടാവും. നിങ്ങൾ ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചോളി. നിങ്ങൾ എങ്ങനെയെന്ന് വെച്ചാൽ കേട്ടോ. ഇത്ത, സന്തോഷം. അങ്ങനെ അത് പെണ്ണ് കാണാൻ പോയ റസിയയോട് ഷാമിൽ തൻ്റെ മനസ്സിലുള്ളത് പറഞ്ഞു. അവൾ തിരിച്ചും പറഞ്ഞു. സന്തോഷത്തോടെ അതാ പെണ്ണ് കാണൽ കഴിഞ്ഞു. എന്നാൽ ഈ സമയം അതാ എളാമയുടെ മനസ്സിൽ, ഇനി നമുക്ക് നിക്കാഹ് ഉണ്ടാക്കാം. ഷാമിലെ മോനെ ഇഷ്ടപ്പെട്ടോ? അവൻ ചെറിയൊരു പുഞ്ചിരിയോടെ, എന്താ ഇത്താത്തെ ഇഷ്ടപ്പെടാതിരിക്കാൻ കഴിയോ? പാവല്ലേ എന്നും പറഞ്ഞ്, മോളെ പുതിയാപ്പിള ചിക്കൻ എങ്ങനെയുണ്ട്? ഉമ്മ, എൻ്റെ അനിയൻ ചിക്കൻ. അതെ, അനിയൻ ചിക്കൻ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നാലും ഇത്ര പ്രായം കുറഞ്ഞ പുതിയാപ്പിളയുടെ മോൾക്ക് കിട്ടിയല്ലേ, അതും വലിയ ഭാഗ്യം തന്നെയല്ലേ. എന്നാൽ റസിയുടെ മനസ്സിൽ ചെറിയൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. കാരണം എല്ലാം പറഞ്ഞല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ എൻ്റെ എളാമ്മയുടെയും ഉമ്മയുടെയൊക്കെ ഒരു കാര്യം, അവർ പണത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ മടിക്കാത്ത ആളുകളാണ്. അതെ, പണം എന്നുള്ള ചിന്ത മാത്രം. അതിനു വേണ്ടി ചെറിയ ചെക്കനായാലും വലിയ തന്തയായാലും അവർക്ക് കുഴപ്പമില്ല. എൻ്റെ റബ്ബേ, ഏതായാലും രക്ഷപ്പെട്ടു. ഇനി എന്തൊക്കെ ആയിത്തീരും എനിക്കറിയുന്നില്ല. ഷാമിൽ അതാ തിരിച്ചു പോകുന്നു. മോനെ പെട്ടെന്ന് നിക്കാഹൊക്കെ കഴിക്കാനട്ടോ. ഉമ്മ, അതൊക്കെ ഞാൻ പറയാം, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ആയിക്കോട്ടെ മോനെ, സാവകാശം പറഞ്ഞാൽ മതി. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അത് റസിയയും ഷാമിലും തമ്മിലുള്ള വിവാഹം അത് നടക്കുമോ, അതോ അവർ മറ്റു വല്ലതും ഒപ്പിക്കുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.